ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്യേ. വീഡിയോ മുഴുവൻ കേൾക്കാൻ ശ്രമിക്കണം, കാരണം ഫലം കിട്ടണമെങ്കിൽ. ഞാൻ ഇങ്ങനെ പറയാറില്ല, എങ്കിലും ഈ വീഡിയോയിൽ പറയാവുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഫലം കിട്ടണമെങ്കിൽ പൂർണ്ണമായിട്ടും കേൾക്കണം. അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, എന്തുകൊണ്ടാണ് ഫലം കിട്ടാത്തതെന്ന്. നമ്മൾ ഭാരതത്തിൽ ജീവിച്ചിരുന്ന ശരീരസ്ഥനായിരുന്ന ഗുരുക്കന്മാരുടെ പട്ടിക എടുത്തു നോക്കുകയാണെങ്കിൽ, ദേവീ ഭക്തരായിട്ടുള്ള ദേവീ ഉപാസകരായിട്ടുള്ള ആ ഒരു തലം പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ശ്രീരാമകൃഷ്ണ പരമഹംസർ, ആദിശങ്കരാചാര്യർ, അങ്ങനെ ഒട്ടനവധി ദേവീ ഭക്തരെ കാണാമെങ്കിലും ത്രിപുര സുന്ദരി ദേവിയുടെ ഏറ്റവും വലിയ ഭക്തന്മാർ ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്നതിൽ ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഭാസ്കരരായർ. ഭാസ്കരരായരുടെ ജീവിതം തന്നെ അത്ഭുതമായിരുന്നു. നമ്മൾ അദ്ദേഹത്തിൻ്റെ കഥയെ ഓർക്കുമ്പോൾ തന്നെ, അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന രണ്ട് കാര്യം, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദേവിയുടെ യോഗിനിമാരുടെ പേരറിയാമോ എന്ന് ഒരു ആൾ ഇദ്ദേഹത്തെ ഒന്ന് കുഴപ്പിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ അത്രയധികം യോഗിനിമാരും അദ്ദേഹത്തിൻ്റെ തോളത്ത് വന്നിരുന്ന് ആ യോഗിനിമാരുടെ പേര് പറഞ്ഞു കൊടുത്തു, ദേവിയുടെ യോഗിനിമാർ പേര് പറഞ്ഞു കൊടുത്തു എന്നൊരു കഥയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം തോന്നുന്നത്. അത് കഥയല്ല, യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ നിപുണനായിരുന്നു സൂര്യ ഉപാസനയിൽ ഇദ്ദേഹം. സൂര്യ ഉപാസനയുടെ പരകോടി കണ്ട ആളാണ്. ദേവി ഉപാസന ഉണ്ടെങ്കിലും അതേപോലെ സൂര്യ ഉപാസനയുടെ, കാരണം അദ്ദേഹത്തിൻ്റെ കുലദേവൻ എന്ന് പറയുന്നത് സൂര്യഭഗവാനായിരുന്നു. അപ്പോൾ ആ ഒരു മാർഗത്തിലും അദ്ദേഹം ഉറച്ചു നിന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ സൂര്യ ഭഗവാന്റെ ഉപാസനാ ശക്തി കൊണ്ട് തന്നെ നദിയെ പോലും മാറ്റി വിട്ട ചരിത്രം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതുപോലെ വലിയ അത്ഭുതങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആ കഥയിൽ നമുക്ക് മനസ്സിലാക്കാം പിന്നീട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഉപയോഗിച്ച് സിദ്ധി വരുത്തിയൊരു മന്ത്രമാണ് ഞാൻ പറയുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് കാര്യം എന്ന് പറയുന്നത്. നട്ടല് എന്ന് പറയുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട നട്ടല്. ഇത് അദ്ദേഹം ഫലം വരുത്തി കാണിച്ച മന്ത്രമാണ്. അപ്പോൾ ഇതിൽ മന്ത്രത്തിൽ തെറ്റില്ല, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരാൾക്ക് ഒരു കാര്യം ഫലപ്രദമാണെങ്കിൽ അതിന് ഫലമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മളുടെ ഒട്ടുമിക്ക ഗുരുക്കന്മാരും, ഞാനിപ്പോൾ ഗുരുക്കന്മാരുടെ കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ, പട്ടിനത്താർ സിദ്ധരുടെ കഥയൊഴിച്ച് ബാക്കി ഏത് കഥ കേട്ടാലും അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന കാര്യം, എല്ലാ ഗുരുക്കന്മാരുടെയും ആദ്യ കാലഘട്ടത്തിൽ ഇവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി വന്നിട്ടുണ്ട് എന്നാണ്. അത് രാഘവേന്ദ്ര സ്വാമി ആണെങ്കിലും ഭാസ്കരരായരാണെങ്കിലും ഇതുപോലെ തന്നെ വളരെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ട ഒരു കാലഘട്ടം ഭാസ്കരരായർക്കുണ്ടായി. ആ സമയത്ത് ഭാസ്കരരായർ ഒരു വലിയ കടത്തിൽ നിന്ന് മോചനം നേടാനായി ഉപാസിച്ച ഒരു നാമമന്ത്രമാണ് ഞാൻ പറയുന്നത്. അത് പറയുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത്രയും വലിയ കടത്തിൽ നിന്ന് നിസാരമായ ഈ നാമമന്ത്രം ഉപയോഗിച്ച് അദ്ദേഹം രക്ഷപ്പെട്ട് നമ്മളെ കാണിച്ച് തന്നു, സിദ്ധി വരുത്തി കാണിച്ചു തന്നു ഇത് ഫലപ്രദമാണ് എന്ന്. ഇനി ഇത് ഫലിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ പറയാം. എല്ലാവർക്കും ഈ മന്ത്രം ഫലിക്കില്ല. കാരണം എന്താണെന്നറിയാം, ഈ മന്ത്രമല്ല ഏത് മന്ത്രവും. നമ്മൾക്കൊരു പ്രശ്നമുണ്ട്. നമ്മൾ എപ്പോഴും ചിന്തിക്കും, ദൈവത്തിന് അങ്ങനെ ഇന്ന നിഷ്ഠ എന്നുണ്ടോ, ഇന്ന രീതി എന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇതൊക്കെ പാലിക്കണോ എന്നൊരു ചിന്ത നമുക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. കാരണം ദൈവത്തിനൊന്നും വേണ്ട എന്നുള്ള ഒരു ചിന്തയാണ് നമ്മൾക്ക്. അത് സത്യവുമാണ്. ആ ദൈവത്തിൻ്റെ യഥാർത്ഥ തലം അതൊരു സ്ഥിതിയാണ്. ബ്രഹ്മം എന്ന സ്ഥിതി അതൊരു സ്ഥിതിയാണ്. അതിന് ദൈവമെന്നോ ഒന്നും വിളിക്കാൻ സാധിക്കില്ല, ഒരു സ്ഥിതി. അവിടെ മനസ്സെത്തുമ്പോൾ നമ്മളും ആ സ്ഥിതി ഒന്നായി തീരുക. പക്ഷേ അല്ലാത്ത ഘട്ടത്തിൽ ആ സ്ഥിതിയിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ട് പ്രകൃതി പുരുഷയായി മാറുമ്പോൾ, ഗുണങ്ങൾ സ്വീകരിക്കുമ്പോൾ, ഈ മായയിലേക്ക് ഇറങ്ങി വരുമ്പോൾ, ഈ സ്ഥിതിയിൽ നിലനിൽക്കുന്ന ആ ബ്രഹ്മം എന്ന അവസ്ഥയ്ക്ക് തന്നെ, നമ്മൾക്ക് ഒരു പേരിട്ടും വിളിക്കാൻ സാധിക്കാത്ത, അനുഭവിക്കാൻ മാത്രം അറിയാവുന്ന ബ്രഹ്മം എന്ന അവസ്ഥയ്ക്ക് തന്നെ പല വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതാണ് ഈ ദേവന്മാർ. ഓരോ ദേവനും ഓരോ സ്വഭാവമാണ്. ഇപ്പോൾ ആത്യന്തികമായി പറഞ്ഞാൽ നിങ്ങളുടെയും എൻ്റെയും ഉള്ളിലിരിക്കുന്ന ആത്മാവിനൊരു ഗുണവുമില്ല. നമ്മളുടെ എല്ലാം ആത്മാവ് ഒന്നാണ്. പക്ഷേ പല രൂപം സ്വീകരിക്കുമ്പോൾ ആണാകുന്നു, പെണ്ണാകുന്നു, അതിനനുസരിച്ചുള്ള ആ ശരീരത്തിനനുസരിച്ചുള്ള സ്വഭാവം കാണിക്കുന്നു, ആ ജനറ്റിക്സിലെ സ്വഭാവം കാണിക്കുന്നു, ആ പാരമ്പര്യം കാണിക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ്? മായയിലേക്ക് ഇറങ്ങി വരുമ്പോൾ. അപ്പോൾ ഈ ദേവന്മാർക്കും ഇത് ബാധകമാണ്. ദേവന്മാരുടെ ഗുണത്തിനനുസരിച്ച്, സൃഷ്ടിയാണോ സ്ഥിതിയാണോ എന്താണോ ആ ദേവൻ്റെ ഗുണം, അതിനനുസരിച്ച് ആ ദേവൻ്റെ എല്ലാ ക്രിയകളും വ്യത്യാസം വരുന്നു. അത് നമുക്ക് ക്ഷേത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും. പണ്ടൊക്കെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ തമിഴ് വംശജരായിട്ടുള്ളവർ, തമിഴ് സംസാരിക്കുന്നവർ പറയുന്നത് കോയിൽ പോകുന്നതാണ്. കോവിലല്ല, കോയിൽ പോകും എന്ന് പറയും.
കോയിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോ എന്ന് പറഞ്ഞാൽ രാജാവ്, ഇല്ലെന്ന് പറഞ്ഞാൽ വീട്. രാജാവിൻ്റെ വീട്ടിൽ പോകുന്നു എന്നാണ്. അതായത് ആ രാജ്യത്തിൻ്റെ രാജാവായി നിലകൊള്ളുന്ന ആ ദേവനെ കാണാൻ പോകുന്നു. ദേവൻ്റെ വീടാണെന്നാണ് പറയുന്നത്. ആത്യന്തികമായിട്ട് അതാണ് പറയുന്നത്. അപ്പോൾ ആ ദേവൻ ഏത് വീട്ടിലാണോ കുടികൊള്ളുന്നത്, ഏത് ക്ഷേത്രത്തിലാണോ കുടികൊള്ളുന്നത്, ആ ക്ഷേത്രത്തിന് ആ ദേവൻ്റേതായ സ്വഭാവം കൈവരും. അതിൻ്റെ നിറത്തിലത് പ്രതിഫലിക്കും, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ രൂപകൽപ്പനയിൽ അത് പ്രതിഫലിക്കും. ഇനി ഗരുഡനാണോ, നന്ദിയാണോ, മയിലാണോ, എന്താണ് വേണ്ടത്, ഇതെല്ലാം ആ ദേവനെ സംബന്ധിച്ചിടത്തോളമാണ്. നമ്മളൊരിക്കലും ശിവന് മുന്നിൽ കൊണ്ട് ഗരുഡനെ വെക്കാറില്ല, ശരിയല്ലേ? അപ്പോൾ ആ ദേവൻ്റെ ഗുണത്തിനനുസരിച്ചുള്ള ഒരു പ്രതിഫലനമാണ് ആ ക്ഷേത്രം. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ആ ദേവൻ്റെ സ്വഭാവത്തിനനുസരിച്ച്. ഇതിന് വേറൊരു ഉദാഹരണം പറയാം. നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ നമ്മളുടെ ഐഡിയ ആണ് അവിടെ വർക്കാവുന്നത്. നമ്മൾക്ക് ഇഷ്ടമുള്ള പെയിൻ്റാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ ആയിരിക്കും നമ്മൾ ആ വീട് രൂപകൽപ്പന ചെയ്യുന്നത്. നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയായിരിക്കും. ഇപ്പോൾ ദൈവവിശ്വാസമുള്ളവരാണെങ്കിൽ പൂജാമുറി കാണും, അത് ഇന്ന രീതിയിൽ കാണും. ഇനി ദൈവവിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ ഇതൊന്നും കാണില്ല. പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ വായിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ അവർക്കിഷ്ടമുള്ള ആ മേഖലയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ കാണും. ഇതെല്ലാം അയാളുടെ സ്വഭാവം മാറുന്നതിനനുസരിച്ച്, ആ വ്യക്തി മാറുന്നതിനനുസരിച്ച് വീടിൻ്റെ സ്വഭാവം മാറും. ഇത് തന്നെയാണ് നമ്മൾ മന്ത്രത്തിൻ്റെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. ഒരു ദേവനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം. ഒരു ദേവനെ നമ്മളുടെ ഉള്ളിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ആ ദേവൻ വന്നിരിക്കുന്ന ഇരിപ്പിടമായിട്ടുള്ള നമ്മുടെ ശരീരം നമ്മൾ ആ ദേവൻ്റെ വീടായിട്ട് തന്നെ കണക്കാക്കണം. ആ ദേവന് ഇഷ്ടമുള്ള ആഹാരം കഴിക്കണം. ആ ദേവനെ സംബന്ധിച്ചിടത്തോളം, ദേവിയെ സംബന്ധിച്ചിടത്തോളം വർജിക്കണമെന്ന് പറയുന്ന ആഹാരം കഴിക്കാൻ പാടില്ല. ആ ദേവനും ദേവിക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണം. കാരണം എന്താ? നമ്മളെന്തുകൊണ്ടാണ് ദേവനും ദേവിക്കും ഇഷ്ടമുള്ള വസ്ത്രം നമ്മൾ ധരിക്കുന്നത്? കാരണം നമ്മുടെ ഉള്ളിൽ ആ ചൈതന്യം കുടികൊള്ളൂ. അപ്പോൾ നമ്മൾ പറയും, ഒരിക്കലും ഗരുഡനെ ഉപാസിക്കുന്നവർ ഒരിക്കലും നമ്മൾ നാഗക്ഷേത്രങ്ങളിൽ പോകരുത്, പിന്നെ നാഗവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ചെയ്തെന്ന് പറയും. കാരണം എന്താ? ഗരുഡൻ എന്നുള്ള ആ ശക്തി കൂടിക്കഴിഞ്ഞാൽ ഗരുഡൻ ഉള്ളിലായി. ഇത് രണ്ടും വിരുദ്ധ ശക്തികളാണ്. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ദേവൻ എന്തിഷ്ടമാണോ അത് നമ്മൾ പാലിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരണം. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു ദേവതാ ഉപാസനയോ മന്ത്ര ഉപാസനയോ ഒന്നും ചെയ്യാതെ ഇപ്പോൾ നമ്മളൊരു കാര്യസാധ്യതയായിട്ടൊരു നാമമന്ത്രം ഉച്ചരിക്കുകയാണെങ്കിൽ പോലും അതൊരു സാധനയാണ്. അതൊരു ഷോർട്ട് ടൈം സാധനമാണ്, ഒരു കാര്യം നേടിയെടുക്കാനുള്ള സാധനമാണ്. അതിനും സങ്കല്പമൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ കറക്റ്റായിട്ട് പാലിക്കുന്ന ഒരാൾക്ക് മാത്രമേ. ഞാൻ ശ്രീരാമജയം പറഞ്ഞു കൊടുത്തു, ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തു. അതിൽ ഒരുപാട് പേരെന്നോട് പറഞ്ഞു ഫലം കിട്ടിയില്ല, കാരണം ഞങ്ങൾ എന്നൊന്നും എഴുതുന്നില്ല, അതുപോലെ തന്നെ മത്സ്യവും മാംസവും ഒന്നും ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊരു സങ്കല്പമാണ്. ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇതൊരു സങ്കല്പമാണ്. ആ സങ്കല്പം ഏറ്റെടുക്കുമ്പോൾ ഞാൻ അടുപ്പിച്ച് ഇത്ര ദിവസം കൊണ്ട് ഞാൻ 1,00,000 തീർത്തേക്കാമെന്ന് ഞാൻ സങ്കല്പം ഏറ്റെടുക്കുന്നത് ഉപാസനയിൽ വേറൊരു രീതിയാണ്. ഞാൻ ആ രീതിയിലൊന്നും ഏറ്റെടുക്കാൻ പറയുന്നില്ല. നമ്മൾ ദേവൻ്റെ മുന്നിൽ വെച്ച് മര്യാദയ്ക്കൊന്ന് പറയാം, ഭഗവാനെ ഞാൻ ഇത്ര ദിവസം തൊട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര ജപിച്ച് തീർക്കും, അല്ലെങ്കിൽ ഇത്ര എഴുതി തീർക്കും, ലിഖിത ജപം നടത്തും, ഞാൻ മത്സ്യമാംസാദികൾ വർജിക്കും, അങ്ങയുടെ ജീവിത രീതിയൊക്കെ പാലിച്ച് ഞാൻ മുന്നോട്ട് പോകും. ശബരിമലയ്ക്ക് പോകുന്ന ഒരു സാധനയാണ്, ഷോർട്ട് ടൈം സാധനയാണ്. ആ ഷോർട്ട് ടൈം സാധനയുടെ ഫലം നമ്മൾ 18 പടി ചവിട്ടുമ്പോഴാണ് കിട്ടുന്നത്. അവിടെ എത്തുമ്പോൾ ആ ദേവതാ ചൈതന്യവും ഞാനും ഒന്നാണെന്നുള്ള തത്വമസി എന്ന ഭാവം ഉണ്ടാകുമ്പോഴാണ് ഇതിൻ്റെ ഫ്രൂട്ട് കിട്ടുന്നത്, ഇതിൻ്റെ ഫലം കിട്ടുന്നത്. അതുപോലെ ശബരിമലയ്ക്കൊക്കെ പോകുന്നത് പോലെ തന്നെ ഇതൊരു സാധനമായിട്ട് എടുക്കുക. ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഫലം കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ്, അല്ലാതെ വെറുതെ ഒരു മന്ത്രം പറഞ്ഞ് എനിക്ക് പോകാം. ഞാൻ പറയുന്നത് വെറുതെ പറഞ്ഞു പോയിട്ട് എനിക്കും ഗുണമില്ല, കേൾക്കുന്ന നിങ്ങൾക്കും ഗുണമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നാമമന്ത്രമാണ്. കരന്യാസം, അംഗന്യാസം, ഋഷി, ഛന്ദസ്, ദേവത, ശാപനിവൃത്തി ഒന്നും പേടിക്കണ്ട. മന്ത്രം ഇതാണ്: ഓം അപർണായൈ നമ, ഓം അപർണായൈ നമ, ഓം അപർണായൈ നമ. അപർണ ഒരുപാട് കുട്ടികൾക്കുള്ള പേരാണ്. ഈ അപർണയുടെ അർത്ഥം രണ്ടുണ്ട്. ഒന്ന് അപരണ, ഋണം എന്ന് പറഞ്ഞാൽ കടം, ഋണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്, അതാണ് അപർണ എന്നുള്ള ഒരർത്ഥം. അതിനാണ് നമ്മൾ ജപിക്കുന്നത്. എത്ര വലിയ കടമുണ്ടെങ്കിലും ആ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഭാസ്കരരായർ ഈ മന്ത്രം തിരഞ്ഞെടുക്കാൻ കാരണം ഇതാണ്. വേറൊരു പേര്, പാർവതി ദേവിക്ക് ഈ പേര് വരാൻ വേറൊരു കാരണമുണ്ട്. ആദ്യം ശിവഭഗവാനെ കിട്ടാനായി തപസ് ചെയ്തപ്പോൾ ഭഗവതി ആദ്യം എല്ലാ ഭക്ഷണങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഇല മാത്രം ഭക്ഷിച്ചാണ് മുന്നോട്ട് പോയത്. പർണ മാത്രം ഭക്ഷിച്ചുകൊണ്ടാണ് പോയത്. അതിനുശേഷം ദേവി ഇലയും ഉപേക്ഷിക്കുന്ന ഘട്ടത്തിലാണ് ആ പർണ എന്ന പേര് വരുന്നത്. അതായത് ഇല പോലും ഭക്ഷിക്കാതിരുന്നവൾ എന്നാണ് അതിൻ്റെ അർത്ഥം.
അപ്പോൾ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചുകൊണ്ട് മനസ്സിലൊരു ഇത്ര ദിവസം, കാരണം നമ്മളുടെ കടം എത്രയാണെന്ന് നമ്മൾക്ക് അറിയുള്ളൂ. അപ്പം നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യുക എത്ര വേണം. 108 കുറയാതെ എത്ര വേണമെങ്കിലും ജപിക്കാം. നാമമന്ത്രമേ ഉണ്ട്. ഇനി 1,00,000 ജപിക്കണോ ഒരു ദിവസം, ജപിച്ചോളൂ. അതിനൊന്നും ഒരു വിലക്കുമില്ല. കാരണം നാമമന്ത്രമാണ്, ബീജാക്ഷരങ്ങളൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ധൈര്യമായിട്ട് ജപിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഭാസ്കരരായരെ പോലൊരു മഹാഗുരു നമ്മൾക്ക് ചെയ്ത് കാട്ടിത്തന്ന മാർഗവുമാണ്. ഫലമുണ്ടാകുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. കറക്റ്റായിട്ട് പാലിക്കണം. ഒരു സങ്കല്പം ഏറ്റെടുക്കുക. ഞാൻ 20 ദിവസം നോക്കും, അല്ല 18 ദിവസം നോക്കും, ഇത്ര ദിവസം നോക്കും. ഒരു വെള്ളിയാഴ്ച ദിവസം തുടങ്ങാൻ പരമാവധി ശ്രമിക്കുക. പാർവതി ദേവിയുടെയോ ലളിതാ ത്രിപുര സുന്ദരി ദേവിയുടെയോ, ദേവിയുടെ ഏതെങ്കിലും ഒരു രൂപത്തിൻ്റെ ഫോട്ടോ മതി. ദേവി എല്ലാം ഒന്നാണെന്നുള്ളൊരു സങ്കല്പം ഉണ്ടാകുക. ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ, ഇനി ശിവ കുടുംബമാണെങ്കിൽ പോലും ഭഗവാന്റെയും ഭഗവതിയുടെയും ആ രൂപത്തെ നോക്കി നമുക്കിത് ജപിക്കാവുന്നതാണ്. ഇനി ഒന്നുമില്ലെങ്കിൽ പോലും ഹൃദയത്തിൽ ഭഗവതി ഉണ്ട് എന്ന് കരുതി നമ്മൾക്ക് ജപിക്കാവുന്നതാണ്. എവിടെ ഇരുന്നു ജപിക്കാവുന്നതാണ്. അപ്പോൾ ഈ നാമമന്ത്രം ഓം കൂട്ടാതെയും ജപിക്കാം. അപർണായൈ നമ, അപർണായൈ നമ എന്ന് ജപിക്കാം. അതായത് നമ്മൾ ഇരിക്കുന്ന സ്ഥലം അത്രയ്ക്ക് കംഫർട്ടബിളായിട്ട് ഒരു വൃത്തി ശുദ്ധി ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ പ്രണവം കൂട്ടി ജപിക്കുമ്പോൾ വിളക്കിന് മുന്നിലിരുന്ന് ശുദ്ധിയായിട്ട് തന്നെ ജപിക്കാൻ പരമാവധി ശ്രമിക്കുക. അതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം പറയുന്നു, ഇങ്ങനെയുള്ള നാമമന്ത്രങ്ങൾക്കൊക്കെ ഫലമില്ലെന്ന് ഒരിക്കലും ഓർക്കരുത്. നാമമന്ത്രങ്ങൾക്കേ ഫലമുള്ളൂ. കാരണം എത്ര വലിയ ബീജാക്ഷരങ്ങളുള്ള മന്ത്രങ്ങൾ ഉപയോഗിച്ചാലും അതിൻ്റെ ക്രിയ കറക്റ്റാകാതെ നമുക്ക് അതിൻ്റെ ഫലം കിട്ടില്ല. അതുകൊണ്ട് ഈ മന്ത്രം ഒരു നിശ്ചിത സംഖ്യ, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ 1000 തവണ എന്നൊരു ചിന്തിക്കുന്നു, 1080 തവണ, അതായത് 10 മാല ഞാൻ ജപിക്കാൻ പോവുകയാണ്. ഞാൻ ജപിക്കാൻ പോകുന്നത് 60 ദിവസത്തേനാണ് അല്ലെങ്കിൽ 40 ദിവസത്തേനാണ് എന്നൊരു സങ്കല്പം ഏറ്റെടുത്താൽ ആ സങ്കല്പം തീരുന്ന അത്രയും കാലം മത്സ്യമാംസാദികളും അതുപോലെ തന്നെ ബ്രഹ്മചര്യവും പാലിക്കുക. ഈ ബ്രഹ്മചര്യം പാലിക്കുന്നത് നമ്മളുടെ ഉള്ളിൽ ആ ദേവിക്കും ദേവനും വസിക്കാനുള്ളൊരു സ്ട്രെങ്ത് നമ്മളുടെ ശരീരത്തിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന. പ്രത്യേകിച്ച് ഉഗ്രമൂർത്തികളൊക്കെ ആരാധിക്കുമ്പോൾ ബ്രഹ്മചര്യം മുഖ്യമാണ്. കാരണം നമ്മളുടെ ശരീരത്തിന് ആ സ്ട്രെങ്ത് വേണം. അപ്പോൾ ഇതെല്ലാം വ്യക്തമായി പാലിച്ചുകൊണ്ട് ഒരു നിശ്ചിത ദിവസത്തേക്ക്, ഇത് ഒരു ജീവിതകാലം മൊത്തം തുടരുന്ന ഒരു സാധനയല്ല, ദേവതാ സാധന, അതൊക്കെ ഗുരുവിന് തരേണ്ടതാണ്. ഇത് നമ്മളുടെ ഒരു കാര്യം നടത്തിയെടുക്കാനായിട്ട് നമ്മൾ സ്തോത്രത്തിൻ്റെയും നാമമന്ത്രത്തിൻ്റെയൊക്കെ സാധന ചെയ്യും. അങ്ങനെ ഒരു സാധനയാണിത്. അപ്പോൾ അതുകൊണ്ട് ഒരു സങ്കല്പം ഏറ്റെടുത്ത് ഇത്ര ദിവസത്തേന് ചെയ്യുക. അതിൻ്റെ ഫലം ഉറപ്പായും കിട്ടും. കേൾക്കുമ്പോൾ സിമ്പിളായിരിക്കും. നമ്മളുടെ മനസ്സെത്രത്തോളം ഭഗവതിയിൽ സമർപ്പിക്കുന്നോ, എത്രത്തോളം നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇത് മാത്രം ചെയ്യുക, ആ എനർജി മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ശരീരത്തിലും ചുറ്റുപാടും. ഈ മന്ത്രം ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടദേവത ഉണ്ടെങ്കിൽ ആ മന്ത്രം ജപിക്കുന്നതിന് കുഴപ്പമില്ല. അല്ലാതെ വേറെ കാര്യങ്ങൾക്കായി വേറെ സ്തോത്രങ്ങളൊന്നും ജപിക്കേണ്ട ആവശ്യമില്ല. ഈ മന്ത്രത്തെ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുക. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഗുരു സ്ഥാനത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സ്മരിക്കണം. ഗണപതി ഭഗവാനെ സ്മരിക്കണം. കുലദേവിയും ദേശദേവനെയും കുലഗുരുവിനെയും സ്മരിക്കാതിരിക്കാനേ പാടില്ല. ഇവരൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിൽ വഴികാട്ടികൾ. അപ്പോൾ അതൊക്കെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഇത് ചെയ്യൂ. തീർച്ചയായും ഫലം സുനിശ്ചിതമാണ്. ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി.